ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സജിഷാസ് യമ്മി ആൻഡ് ക്രാഫ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എരിശ്ശേരിയാണ്. ചക്ക വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ ചക്ക കിട്ടുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ നമ്മളെപ്പോഴും മൂത്ത ചക്ക വേണം എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടെ വെച്ചാൽ പഴുക്കും എന്നുള്ള രീതിയിലുള്ളൊരു മൂപ്പ്. അപ്പോൾ ആ രീതിയിലുള്ള ചക്ക വേണം എരിശ്ശേരിക്ക് എടുക്കാനായിട്ട്. ചക്കയുടെ ഇരുവശങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ എല്ലാ ചക്കയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ചക്കക്കുരു ഇതുപോലെ അതിൻ്റെ പുറമേയുള്ള വൈറ്റ് കളറ് കളഞ്ഞിട്ട് ബാക്കി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ കൂടെ ചക്കക്കുരും കൂടെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. എരിശ്ശേരിക്ക് ഒരുപാടൊന്നും എരിവുണ്ടാവില്ല. അതിനൊരു ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ചെറിയൊരു എരിവും ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം വേവിച്ചെടുത്തതിന് ശേഷം 2 വിസിലിന് ശേഷം ഇതിനകത്തുള്ള പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചക്കയ്ക്ക് 2 വിസിലൊക്കെ വന്നു. അതിനകത്തുള്ള പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുവാണ്. അപ്പോൾ ചക്കയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം കണ്ടില്ലേ, ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തത്. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ നന്നായിട്ട് ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിന് ഈ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരല്പം മധുരവും അതുപോലെ തന്നെ ഒരല്പം എരിവും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് അലിയിച്ചെടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ നാളികേരത്തിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഇത് തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പം നാളികേരം വറുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം വറുത്ത് ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ശരിക്കും പച്ചമുളകല്ല, വറ്റൽമുളകാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വറ്റൽമുളക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ കൂട്ടുകറിക്കൊക്കെ വറക്കില്ലേ തേങ്ങ, അപ്പോൾ അതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്ക് കളർ ആക്കണം എന്നില്ല. ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ശരിക്കും എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നാളികേരം വറുത്തിടുന്നതിനാണ്. അപ്പോൾ ഇത് നമ്മുടെ നാളികേരം ഇതുപോലെ അത്യാവശ്യം ഒന്ന് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരല്പം നേരം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം ഇത് ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം തന്നെയാണ് ഇതിന് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടായിരിക്കില്ല നമ്മുടെ എരിശ്ശേരി ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായി വന്നോളൂ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലിട്ടാണ്. ഇതിൽ നിന്ന് കുറച്ച് നാളികേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വെക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ ചക്ക കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം പുതിയ വീഡിയോയുമായി. അതുവരേക്കും എല്ലാവർക്കും ബൈ.